അങ്ങനെ കേസ് നമ്മൾ നാട്ടിൽ എത്തിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊക്കെയാണ് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി സമയം കിട്ടിയത് തന്നെ എനിക്ക്. ഇതാണ് എൻ്റെ വീടായിട്ട് വരുന്നത്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തായിട്ടും വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. ഡാം ഏരിയ ആയതുകൊണ്ട് ഒരു ചെറിയ ദ്വീപാണ് കേട്ടോ. റൗണ്ട് ഏതോ റാഷ് ഷേപ്പിലാണ് വെള്ളം കിടക്കുന്നത് തന്നെ. നമുക്ക് നേരത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ വരുന്നതിൻ്റെ ഒരു ചെറിയൊരു ദ്വീപ് പോലെയാണ് സ്ഥലം. ഞാൻ എന്തായാലും ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആറ്റിലോട്ടാണ്. നമ്മൾ ആറെന്നൊക്കെയാണ് പറയുന്നത്, ഒഴുകുന്നതിനൊക്കെയാണ് പുഴ എന്നൊക്കെ പറയുന്നത്. വേറെന്തോ ഡാമൊക്കെ പറയും. ഇവിടെയാണ് നമ്മൾ സാധാരണയായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങൾ. അത്യാവശ്യം നല്ല രീതിയിൽ ആഴം ഉണ്ട്. കുറച്ച് പോകുന്തോറും ആഴം കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ദ്വീപിൻ്റെ എൻഡ് ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. റാഷ് ഷേപ്പ് പോലെ കിടക്കുന്നതിൻ്റെ എൻഡ് ഭാഗം. ഇവിടെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ താഴ്ചയുള്ളത്. ചീങ്ങി കിടക്കുന്ന ഒരു പാറയുണ്ട്. വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ് കാണാത്തത് തന്നെ. ഞാനിവിടെ ഉള്ളപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങുമെങ്കിൽ ഞാനത് കാണിച്ചു തരാൻ വേണ്ടി നോക്കാം. പിന്നെ ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ ചേട്ടനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ നന്നാക്കാൻ വേണ്ടി കൊടുത്ത് കുറേ നാളുകൾക്ക് മുമ്പായിരുന്നു. പിന്നെ ആ വണ്ടിയൊക്കെ ഇറക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബൈക്ക് വാങ്ങിച്ചത് ഞാനും ചേട്ടനും കൂടെ ഷെയർ ഇട്ടാണ്. ഞാൻ എന്തായാലും അവിടെ നിൽക്കുന്നത് കൊണ്ട് ചേട്ടൻ ഓട്ടിക്കാനും കൂടെയാണ് ഞാൻ കൂടുതലായിട്ടും വാങ്ങിച്ചത്. ഞാനല്ല വാങ്ങിച്ചത്, ചേട്ടനാണ് വാങ്ങിച്ചത്. NS200 ആണ് വാങ്ങിച്ചത്. അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം എടുത്തപ്പോൾ എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നി. കുറേ നാളുകൾക്ക് ശേഷം എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നേരെ പോയത് നമ്മളൊരു പ്ലാന്റേഷൻ, കുറച്ച് ചെടിച്ചട്ടികളൊക്കെ മേടിക്കാനും പൂ മേടിക്കാനൊക്കെയാണ്. അവിടെ നിന്ന് എന്തായാലും റോസാ തൈ ഒരു 2-3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നേരെ വീട്ടിൽ പോയി. പിന്നെ അവിടെ നേരെ ഒരു ഷോപ്പിംഗ് മാളിലോട്ട് വന്ന് പോയത്. രാമചന്ദ്ര എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് വന്ന ഷോപ്പിംഗ് മാളിൻ്റെ. അവിടെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ബില്ലൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു വൈകുന്നേരം ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് നേരെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാനാണ് കുക്കിങ്ങൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ചാലും അല്ല, അമ്മയാണ് ചെയ്യുന്നത്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പണി ഇറങ്ങത്തുള്ളൂ. ഫുഡ് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഫുഡ് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് നടക്കായിരുന്നു. പിന്നെ ആ വർക്കെല്ലാം കഴിഞ്ഞ് നേരെ കുളിക്കാൻ പോയപ്പോൾ നല്ല മഴയായിരുന്നു പുറത്ത്. പിന്നെ അതിൻ്റെ വീഡിയോ എടുത്ത് നേരെ നമ്മൾ ഊഞ്ഞാലാടാൻ പോയിട്ടുണ്ട്. നമ്മളൊരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഊഞ്ഞാലാടാൻ പോയത്. അവൻ്റെ അച്ഛനെ നോക്കിയപ്പോൾ ഒരു കൊച്ചു പിള്ളേരെ സൈക്കിളെടുത്ത് ചവിട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഊഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒന്ന് ആടാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ ഊഞ്ഞാലിൽ കയറിയിട്ട് 2 ആട്ടൊക്കെ ആട്ടാൻ പറഞ്ഞു. ഈ ഒരു ഓണം എന്തായാലും നല്ല അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ പോയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റൊക്കെ എനിക്ക് അവിടെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പകുതി സമയം ഞാൻ ആഘോഷിക്കാൻ വേണ്ടി പുറത്തോട്ടൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.